കുറേ നാളായിട്ട് നല്ലൊരു ടേബിൾ വാങ്ങാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ടേബിൾ ഭയങ്കര ചെറിയൊരു ടേബിളാണ്, അധികം വീതിയൊന്നുമില്ല. എൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റം അതിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ബാക്കി സാധനങ്ങളെല്ലാം കൂടെ ടേബിളിൽ വരുമ്പം ഒട്ടും സ്പേസ് ഇല്ല, വലിയ ഇടുങ്ങിയ രീതിയിലാണ് ഇപ്പം ഇരിക്കുന്നത്. മാത്രമല്ല ഒട്ടും സ്റ്റെബിലിറ്റിയും ഇല്ലായിരുന്നു. ഓൺലൈനിൽ ഒരുപാട് ടേബിൾ കണ്ടായിരുന്നു, ഞാൻ ഓഫ്ലൈൻ മാർക്കറ്റിൽ നോക്കി. അപ്പോൾ ഈ തമ്മിലേൽ കാണിച്ച പോലത്തെ നല്ലൊരു എലിഗൻ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ, നല്ല മിനിമലിസ്റ്റിക് ആയിട്ടുള്ളത് നല്ലൊരു പ്രൈസിന് ഒരുപാടടുത്ത് ഞാൻ കണ്ടില്ല. ഓഫ്ലൈൻ മാർക്കറ്റിൽ ഇതുപോലത്തെ മോഡലും അധികം അവൈലബിൾ അല്ല. ഇതാണ് ക്ലാക്സോൺ കമ്പനിയുടെ ടേബിൾ. ആമസോണിൽ വേറൊരു പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡാണ് റിയാൻ ലക്സിവുഡ്. ഞാൻ അതാണ് ആദ്യം പ്രിഫർ ചെയ്തത്. പിന്നെ കുറെ റീസെർച്ച് ചെയ്ത് വന്നപ്പം ഒരു സ്ട്രക്ചറൽ റീഇൻഫോഴ്സ്മെന്റ് വൈസ് ഒക്കെ നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ക്ലാക്സോൺ ബെറ്റർ ആയിട്ട് തോന്നി. ആ സ്ട്രക്ചറിന്റെ കാര്യം ഞാൻ വീഡിയോയിൽ കുറച്ചും കൂടെ പോകുമ്പോൾ ഒന്ന് പറഞ്ഞുതരാം. ഈ റിയാൻ ലക്സിവുഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഏകദേശം 3 വർഷത്തോളം വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാക്സോൺ 1 വർഷമാണ്. എന്നാൽ ഇതല്ല, കുറച്ചധികം റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതെല്ലാം മാനുഫാക്ചറിങ് ഒരു കമ്പനി പോലെയാണ് ഇരിക്കുന്നത്. ഇവര് തന്നെ സബ് ഡിവിഷൻസ് ആയിട്ട് അല്ലെങ്കിൽ വേറെ ആവാം, ക്വാളിറ്റി വൈസ് എല്ലാം സെയിം ആണ്. അവർ ആ ബ്രാൻഡ് നെയിമിന്റെ വലിയ വ്യത്യാസത്തിലും കമ്പനിയുടെ നെയിമിങ്ങിന്റെ വ്യത്യാസത്തിലും വരുന്നതാണ്. ടോപ്പ് വൈസ് നോക്കുമ്പോൾ ക്ലാക്സോണിന് തിക്നെസ് കുറച്ച് കൂടുതലാണ്. അതാണ് മെയിൻ എനിക്ക് പ്രിഫർ ചെയ്യാനും കൂടെ കാര്യം. സ്ട്രക്ചറൽ സപ്പോർട്ടിൽ നോക്കുമ്പോൾ ഈ ക്ലാക്സോൺ ടേബിളിന് ടോപ്പ് വുഡ് ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ, അതിന് പാരലായിട്ട് സ്ട്രക്ചറൽ ഫ്രെയിം അതിന്റെ അടിയിൽ കൂടെ പോയിട്ടുണ്ട്. എന്നാൽ റിയൽ ലക്സിവുഡ് സിമിലർ മോഡലില് ഏറ്റവും ഫ്രണ്ടിലായിട്ട് സ്ട്രക്ചറൽ സപ്പോർട്ട് ഇല്ല, നടുക്കൂടെ ഒരു കമ്പി പോയിട്ടുണ്ട്, ഏറ്റവും പിറകിലും. ആ രീതിക്ക് നോക്കുകയാണെങ്കിൽ റിയൽ ലക്സിവുഡിനെക്കാട്ടും ബെറ്റർ സ്റ്റെബിലിറ്റി ഈ ടേബിൾ തരും. ഈ ടേബിളിന്റെ പ്രൈസിംഗ് വരുമ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തത് സെയിൽ സമയത്തല്ല, 7200 രൂപയ്ക്കാണ് വാങ്ങിയത്. ആമസോൺ പ്രൈസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു പുതിയ സെക്ഷൻ ഉണ്ട്. അതിൽ നോക്കിയാൽ ഏകദേശം ഈ ടേബിൾ 6000, 5000 ഇതിന്റെ ഇടയ്ക്ക് വരെ സെയിൽ സമയത്ത് വരാം. അപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഒക്കെ പോലത്തെ വലിയ സെയിൽ വരുമ്പോൾ പ്രൈസ് നല്ല കുറയാറുണ്ട്. ഈ പ്രൈസിനും എനിക്കിതൊരു ഓവറായിട്ട് തോന്നിയില്ല. അടുത്തത് ഫിറ്റ് ആൻഡ് ഫിനിഷിനെ പറ്റി സംസാരിക്കുമ്പോൾ അധികം ഒന്നും പറയാനില്ല. അത്യാവശ്യം പുറമേ കാണുമ്പോൾ അതിന്റെ ഇംപെർഫെക്ഷൻ ഒക്കെ ഒരുപാട് കാണാൻ പറ്റും. ഇങ്ങനത്തെ ടേബിൾസ് ഒക്കെ നമ്മൾ വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത്. ടോപ്പ് സോളിഡ് വുഡ് അല്ല, എഞ്ചിനീയറിംഗ് വുഡ് ആണ്. അതുകൊണ്ട് ഓവർ ടൈറ്റ് ഒന്നും ചെയ്യല്ല. പിന്നെ ഇതിന്റെ സൈഡിലായിട്ട് ഒരു പാനലും കൂടെ വരുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞുതരാം. ഈ കാണുന്ന കോർണർ ഡാമേജ് അല്ല, ചെറിയൊരു ചിപ്പ് പോലെ പോയതാണ്. ഓർഡർ റിസീവ് ആയപ്പോഴേ ഉള്ളത്. കമ്പനി നല്ല രീതിയിൽ പ്രോഡക്റ്റ് പാക്ക് ചെയ്തിട്ടുണ്ട്. ഡെലിവറി ചെയ്ത സമയത്ത് ഡെലിവറി ഡേറ്റും അത്യാവശ്യം ഫാസ്റ്റ് ആയിരുന്നു. അത് പറയാൻ കാര്യം ആമസോണിൽ നല്ല ലോങ് ഡിലേ ഒക്കെ കാണിച്ച് ഏകദേശം 20 ദിവസമൊക്കെയാണ് ഡെലിവറി എസ്റ്റിമേറ്റ് കാണിച്ചത്. റിവ്യൂസിലൊക്കെ ഡെലിവറിങ് സമയത്ത് ഡാമേജ് ഒക്കെ ആൾക്കാർ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചെറിയൊരു ഡാമേജ് പ്രതീക്ഷിച്ചു. ആക്ച്വലി നല്ല കണ്ടീഷൻ തന്നെ എനിക്ക് കിട്ടിയായിരുന്നു. അവർ ഇതുപോലത്തെ ഒരുപാട് കോർണർ പ്രൊട്ടക്ഷൻ പ്ലാസ്റ്റിക് സംഭവങ്ങൾ ഇതിൻ്റെ കൂടെ ചേർത്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് നല്ല കണ്ടീഷനിലെത്തിയായിരുന്നു. ഈ കാണുന്ന പാനലിന്റെ പിറകില് എക്സസ് കേബിളൊക്കെ വന്ന് കിടന്നാലും ഫ്രണ്ടിലോട് അധികം കാണത്തില്ല. വീഡിയോ കാണും പോലെ അല്ല, ഫ്രണ്ടിൽ നോക്കുമ്പോൾ പാനൽ ഏകദേശം ടോപ്പ് പാനലുമായിട്ട് ക്ലോസ് ആണ്. ഫ്ലിംസി ആണ്, വലിയ സ്ട്രക്ചറൽ സപ്പോർട്ടിംഗ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഇതിൽ താങ്ങി ടേബിൾ എടുക്കാതിരിക്കുക. ഈ ടേബിളിന് മോഡേൺ ലുക്ക് തരുന്നത് ഈ തിക്കായിട്ടുള്ള പാനലാണ്. 3.5 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ ഏകദേശം 1.5 ഇഞ്ച് വരും. നല്ല ഹെവിയുമാണ്. ഇതാണ് എൻ്റെ പഴയ ഡെസ്ക് സെറ്റപ്പ്. എല്ലാം കൂടെ ഭയങ്കര ക്രാംഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. മുമ്പ് ഇതിന് പ്രോപ്പർ ഒട്ടും സ്പേസും ഒരു ഡിസിപ്ലിനും ഇല്ലാത്തൊരു സെറ്റപ്പായിരുന്നു. ഇതാണ് പുതിയ ടേബിൾ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലുക്ക്. 2 സൈസ് ഓപ്ഷൻ ഉണ്ടായിരുന്നു, 120 സെന്റിമീറ്ററും 150 സെന്റിമീറ്ററും. ഞാൻ 150 എൻ്റെത്. ഞാൻ പർച്ചേസ് ചെയ്തത് 150 സെന്റിമീറ്റർ ആണ്. ഇപ്പോൾ കറന്റ് യൂസ് ചെയ്തിരിക്കുന്ന മോണിറ്റർ ഒരു 24 ഇഞ്ചിന്റെ ആണ്. അതെന്തായാലും പോവും. ഞാൻ ഒരു 32 ഇഞ്ചിന്റെ അല്ലെങ്കിൽ ഒരു 43 ഇഞ്ചിന്റെ ആയിട്ട് വാങ്ങാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. കൂടുതലും 32 ആണ്. ഇൻ കേസ് 43 പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലിയ ടേബിളായിട്ട് എടുത്തത്. ഇനി ഇതിന്റെ കേബിൾ മാനേജ്മെന്റ് നോക്കുമ്പോൾ ഞാൻ സെപ്പറേറ്റ് ഒരു എക്സ്റ്റൻഷൻ ബോർഡ് ഈ പാനലിൽ തന്നെ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. തിരിച്ച് റിട്ടേൺ കൊടുക്കുന്ന അങ്ങനത്തെ ഒരു വാറന്റി ക്ലെയിം ചെയ്യണ ആവശ്യമില്ല, വരത്തില്ല. പിന്നെ ഇതിന് സൈസിങ് ഞാൻ ഒന്ന് മെഷർമെന്റ് എടുത്ത് നോക്കിയപ്പോൾ ഇത് കറക്റ്റ് 150 സെന്റിമീറ്റർ അല്ല, 146 സെന്റിമീറ്റർ വരുന്നുള്ളൂ. അതൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇപ്പൊ ഇരിക്കുന്ന പോലെയല്ല, ഇനി അവിടെ ഇവിടെ ആയിട്ട് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വാരി വെക്കുന്നില്ല. ഏറ്റവും ബെസ്റ്റ് ഡെസ്ക് ഓർഗനൈസ് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്ന കോർണർ ഭാഗത്തായിട്ടോ ചെറിയൊരു ട്രേ പോലെ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ അകത്ത് എല്ലാ ഐറ്റംസും കൂടെ ഇടാം. അടുക്കും ചിട്ടയില്ലാത്തൊരു ഡെസ്ക് സെറ്റപ്പ് ആവുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നും ഓരോ ഭാഗത്തായിട്ട് വെക്കുന്നുണ്ടാണ്. എല്ലാം കൂടെ ഒരു ഭാഗത്തോട്ട് വെക്കുമ്പോൾ തന്നെ അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയാവും. ഒരുതരം ഓർഗനൈസ്ഡ് കെയോസ് ആ രീതിക്ക് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ ബൈ.